മൈ ഡിയർ സ്റ്റുഡൻസ്, ഡോക്ടർ ജെയിംസ് ടൈലർ കെൻ രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പത്തിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഈ യൂട്യൂബ് പരമ്പരയുടെ 155-ാമത്തെ എപ്പിസോഡിലാണ് എത്തി നിൽക്കുന്നത്. ഈ എപ്പിസോഡിൽ നമ്മൾ എപ്പിസ് മെല്ലിഫിക്കം എന്ന അധ്യായത്തിൻ്റെ 6ാമത്തെയും അവസാനത്തെയും ഭാഗമാണ് പരിശോധിക്കുന്നത്. ഇവിടെ എപ്പിസിൻ്റെ വളരെ പ്രധാനപ്പെട്ട പല ലക്ഷണങ്ങളും, വിശേഷിച്ച് മൂത്രാശയവുമായിട്ട് ബന്ധപ്പെട്ട ചില ലക്ഷണങ്ങൾ, സ്ത്രീകളുടെ ആരോഗ്യത്തിനും ജീവനുമൊക്കെ ഭീഷണിയായേക്കാവുന്ന ഗർഭചിത്രം പോലുള്ള അവസ്ഥകളിലൊക്കെ വളരെയധികം ഉപകരിക്കുന്ന ഔഷധങ്ങളിലൊന്നാണ് എപ്പിസ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കെൻ്റെ ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് പ്രവേശിക്കാം. The smarting, burning and stinging along the urinary tract will be found under EPIS. അപ്പോൾ എപ്പിസിൻ്റെ പൊതു ലക്ഷണങ്ങളാണ് ഈ പൊള്ളലും നീറ്റലും കുത്തലുമൊക്കെ. അപ്പോൾ യൂറിനറി ട്രാക്റ്റിലും അത്തരം അനുഭവങ്ങൾ, അത്തരം പ്രയാസങ്ങൾ വരുമ്പോൾ അതിനെ എപ്പിസ് കവർ ചെയ്യുന്നുണ്ട്. ഒരു പ്രോവർ കോട്ട് ചെയ്തിരിക്കുകയാണ്: ഫ്ലോ ഓഫ് യൂറിൻ അൺകോൺഷ്യസ്, അറിയാതെ അബോധാവസ്ഥയിൽ മൂത്രം ഒലിച്ചു പോകുന്നു. സ്റ്റിച്ചിങ് പെയിൻ ഇൻ ദ യുറേത്ര വിത്ത് എന്യൂറസിസ്, മൂത്രാശയത്തിൽ കുത്തുന്നത് പോലുള്ള, സൂചിക്ക് കുത്തുന്നത് പോലുള്ള വേദന, അറിയാതെ മൂത്രം പോക്ക്. മോർബിഡ് ഇറിറ്റബിലിറ്റി ഓഫ് ദ യൂറിനറി ഓർഗൻസ്, മൂത്രാശയമായിട്ട് ബന്ധപ്പെട്ട അവയവങ്ങളിൽ വളരെ രോഗാതുരമായ അസ്വസ്ഥതകൾ. ഇനി വീണ്ടും ഒരു പ്രോവർ കോട്ട് ചെയ്തിരിക്കുകയാണ്: സ്ട്രാൻഗുറി, എഗണിയിൻ അവോയ്ഡിങ് യൂറിൻ, അതായത് വളരെ വേദനയോടുകൂടി തുള്ളി തുള്ളിയായിട്ട് മൂത്രം പോകുന്നൊരവസ്ഥ. അഗടി, വല്ലാത്ത പ്രയാസം, മൂത്രം ഇങ്ങനെ ഒഴിച്ചു പോകാനുള്ള ശ്രമത്തിൽ വല്ലാത്ത പ്രയാസം. റിട്ടൻഷൻ ഓഫ് യൂറിൻ ഇൻ നഴ്സിംഗ് ഇൻഫൻസ്, ചെറിയ കുട്ടികളിൽ, ശിശുക്കളിൽ മൂത്രം കെട്ടി നിൽക്കൽ. ഇനി ഇവിടെ എപ്പിസിൻ്റെ അല്ലെങ്കിൽ തേനീച്ചയുടെ ചികിത്സകളുടെ ഉപയോഗത്തെക്കുറിച്ചുള്ള ഒരു നാട്ടറിവ് ഇവിടെ കെൻ്റ് പങ്കുവയ്ക്കുകയാണ്. പലപ്പോഴും ഹോമിയോപ്പതിക് ഔഷധങ്ങളെ കണ്ടെത്തുന്നതിലേക്ക് നയിച്ചിരിക്കുന്നത് ഇത്തരം നാട്ടു അറിവുകളും പഴയ ചികിത്സാരീതിയിലെ ചില പ്രയോഗങ്ങളുമൊക്കെയാണ്. സൾഫർ അടക്കം സാമുൽ ഹനിമാൻ പോലുള്ള മാസ്റ്റേഴ്സ് അത്തരം സൂചനകൾ വെച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എപ്പിസ് മെല്ലിഫിക്കയുടെ കാര്യത്തിലും അങ്ങനത്തെ ഒരു ഉദാഹരണമൊക്കെ എൻ്റെ പറയുകയാണ്. This cure how the old woman knew long before EPIS was proved that when the little newborn baby did not pass its water, they could find a cure by going out to the beehive and catching a few bees, over which they poured hot water and of which they gave the baby a teaspoonful. അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട കാര്യം എപ്പിസ് മെല്ലിഫിക്ക പ്രൂവ് ചെയ്യുന്നതിനും വളരെ വളരെ മുൻപുള്ള കാര്യമാണ്. എന്താണ് ചെയ്യുന്നത്? പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ, വിശേഷിച്ചും ജർമ്മനിയിൽ നിന്നാണ് തേനീച്ച വളർത്തൽ ഇന്ത്യയിൽ വന്നത്. ജർമ്മൻ മിഷണറിമാരെ അവിടെ കൊണ്ടുവന്നു. അതിനു മുമ്പ് യൂറോപ്പിൽ സാധാരണമാണ്. അപ്പോൾ ഒട്ടുമിക്ക വീട്ടിലും അടുക്കളത്തോട്ടത്തോട് ചേർന്ന്, അല്ലെ പൂന്തോട്ടത്തോട് ചേർന്ന് തേനീച്ചപ്പെട്ടികൾ അവിടെ ഉണ്ടാവും. അപ്പോൾ അവിടെ ചെല്ലുന്നു. വീട്ടിൽ ഒരു ശിശുവുണ്ട്, ശിശുവിന് മൂത്രം പോകുന്നില്ല. അപ്പോൾ അമ്മമ്മമാർ ചെന്നിട്ട് 2-3 തേനീച്ചനെ പിടിച്ചിട്ട് വരും. അത് സൂക്ഷിച്ചാൽ കിട്ടും. തേനീച്ച കൂടിൻ്റെ പുറത്ത് ഇങ്ങനെ ഇഴഞ്ഞു കിടക്കും. അത് നമ്മൾ സൂക്ഷിച്ച് കുത്തുകിട്ടാതെ പിടിച്ചെടുത്താൽ മതി. അത് കൊണ്ടുവന്നിട്ട് അതിൻ്റെ മേലെ നല്ല ചൂടുവെള്ളം ഒഴിക്കും. ചൂടുവെള്ളം ഒഴിച്ച് അങ്ങനെ കിട്ടുന്ന വെള്ളം, ആ വെള്ളം ഈ ശിശുവിന് കൊടുക്കും. അപ്പോൾ സൗഖ്യം ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു കൗതുകകരമായിട്ടുള്ള അറിവ് കെൻ്റ് പങ്കുവെക്കുകയാണ്. ഇത്തരം അറിവുകളിൽ നിന്നാവണം എപ്പിസ് മെല്ലിഫിക്ക പ്രൂവ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തിലേക്ക് മാസ്റ്റേഴ്സ് എത്തിയത്. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ നമ്മളുടെ ഇന്ത്യയിൽ, കേരളത്തിൽ എത്രയോ പുരാതനമായ നാട്ടറിവുകളുണ്ട്. ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളതും അല്ലാത്തതും വാമൊഴിയായി കേൾക്കുന്നതും നാട്ടു ചികിത്സയിലുമൊക്കെയുള്ള എത്രയോ പ്രയോഗങ്ങൾ, സസ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടത്, മിനറൽസുമായിട്ട് ബന്ധപ്പെട്ടത്, ഒത്തിരി കാര്യങ്ങൾ. അത് ഞാനിതൊക്കെ പരിചയിച്ച കാലഘട്ടത്തിൽ, അന്നത്തെ അന്വേഷണത്തിൽ പലതൊന്നും പ്രൂവ് ചെയ്തിപ്പെട്ടിട്ടില്ല. പക്ഷെ പിന്നീടിപ്പോൾ ഇന്ത്യൻ മെഡിസിൻസിൻ്റെ പേരിൽ പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ.
ഇനിയും ചെയ്യപ്പെടാത്തവ കണ്ടെത്തി ഇത്തരം നാട്ടറിവുകളൊക്കെ അടിസ്ഥാനമാക്കി അതിൻ്റെ ഹോമിയോപ്പതിക് പ്രയോഗങ്ങൾ കണ്ടെത്തുന്നത് വളരെ നല്ലതായിരിക്കും. കണ്ടെത്തിയപ്പോൾ മാത്രം പോരാ, അത് അതിൻ്റെ ഉയർന്ന പൊട്ടൻസികൾ കൂടി പ്രൂവ് ചെയ്തെടുക്കണം. പലപ്പോഴുമൊക്കെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ടിങ്ചേഴ്സിൻ്റെ ലെവലിലാണ് പലതുമൊക്കെ നിൽക്കുന്നത്. അതിനപ്പുറത്തേക്ക് അത് പ്രൂവ് ചെയ്ത് വിശദമായ ലക്ഷണങ്ങൾ, ജനറൽ സിംറ്റംസ്, മെൻ്റൽ സിംറ്റംസൊക്കെ എടുത്ത് രേഖപ്പെടുത്താൻ ശ്രമിക്കണം. അതിന് പരിമിതികളുണ്ട്. ഡോക്ടർ സാമുവൽ ഹെനിമാൻ്റെയും മറ്റു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അനുകൂല സാഹചര്യങ്ങളായിരിക്കില്ല ഇപ്പോൾ ഉള്ളത്. എങ്കിലും ഉള്ള സൗകര്യങ്ങൾ വെച്ചുകൊണ്ട് അതൊക്കെ നമ്മൾ കണ്ടെത്തി രേഖപ്പെടുത്തി വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം പല അറിവുകളും പല നാട്ടുപ്രയോഗങ്ങളും പല സസ്യങ്ങൾ തന്നെയും നമ്മൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉള്ള കാലത്ത് തന്നെ അവയെ രേഖപ്പെടുത്തി വെക്കുന്നത് നല്ലതായിരിക്കും. സം ഡൊമസ്റ്റിക് തിങ്സ് ലൈക്ക് ദാറ്റ് ഹാവ് ബീൻ known among families and among nurses, and it is consistent because it is just like what we give EPIs for. അപ്പോൾ EPIs നമ്മൾ എന്തിനു കൊടുക്കുന്നോ അതേ ഉദ്ദേശത്തോട് തന്നെയാണ് ഈ എപ്പിസ്മേൽ ഒഴിച്ച വെള്ളവും അവർ കൊടുത്തിരുന്നത്. ഈ ഒരു പ്രൂഫ് കൊടുത്തിരിക്കുകയാണ്. യൂറിൻ സ്കാൻഡി ആൻഡ് ഫെറ്റിഡ് കണ്ടെയ്നിങ് ആൽബുമിൻ ആൻഡ് ബ്ലഡ് കോർപ്പസൽസ്. അപ്പോൾ മൂത്രം കുറച്ചേ പോകുന്നുള്ളൂ, ദുർഗന്ധമുണ്ട്, അതിൽ കലക്കമുണ്ട്. കാരണം വെച്ചാൽ ആൽബുമിനും ബ്ലഡ് കോർപ്പസൽസും ഉണ്ട്. രക്തത്തിൻ്റെ നിറമുണ്ടാകാം, കലക്ക വെള്ളം പോലുള്ള നിറമുണ്ടാകാം. എസ്പെഷ്യലി ഇൻ അക്യൂട്ട് ആൽബുമിനേറിയ, വളരെ രൂക്ഷമായിട്ടുള്ള ആൽബുമിനേറിയയിൽ ഇത് വിശേഷിച്ചും ഉപയോഗപ്രദമാണ്. ദ അക്യൂട്ട് ഇൻഫ്ലമേറ്ററി എഫക്ഷൻ ഓഫ് കിഡ്നി വിത്ത് ആൽബുമിനേറിയ സച്ച് ആസ് ഒക്കേഴ്സ് ഇൻ സ്കാലഡ് ഫീവർ ഓർ ഡിഫ്തീരിയ ഓർ ആഫ്റ്റർ ദീസ് സച്ച് ആസ് ഒക്കേഴ്സ് ആസ് എ സീക്വൽ ടു അക്യൂട്ട് ഡിസീസ്. അതായത് അക്യൂട്ട് ഡിസീസിനെ തുടർന്ന് ഉണ്ടാകുന്ന വൃക്ക സംബന്ധമായ പ്രശ്നങ്ങൾ, ആൽബുമിൻ വർദ്ധിക്കുന്നു, മൂത്രത്തിൽ രക്തത്തിൻ്റെ ശകലങ്ങൾ കാണുന്നു. ഈ ഒരു സാഹചര്യങ്ങളിൽ സാധാരണഗതിയിൽ യൂറോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് അല്ലെങ്കിൽ നെഫ്രോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് രോഗിയെ റെഫർ ചെയ്ത് വിടും. അവസാനം ഒരു കിഡ്നി രോഗിയായി ഡയാലിസിസും കുറേ കഴിയുമ്പോൾ ട്രാൻസ്പ്ലാന്റേഷനും അല്ലെങ്കിൽ മരണവും ഒക്കെ ആയി പോകും. ഇപ്പോൾ സർവ്വസാധാരണമാണ്. നമ്മൾ എല്ലാ പഞ്ചായത്തിലും ഡയാലിസിസ് സെൻ്ററുകൾ തുറക്കേണ്ടുന്ന ഒരു സാഹചര്യം വന്നിരിക്കുകയാണ്. അപ്പോൾ അതാണ് എൻ്റെ ഇവിടെ പറയുന്നത്, തുറന്ന് പറയുന്നുണ്ട്. ഇത് ഇൻഫ്ലമേഷൻ ഓഫ് ദ കിഡ്നി ക്ലോസസ് ഓഫ് ദ കേസ് ആൻഡ് കിൽസ് ഓഫ് എ ഗുഡ് മെനി ഇൻ അലോപ്പതി ഹാൻഡ്സ്, നെവർ ഇൻ ഹോമിയോപ്പതി ഹാൻഡ്സ്. അപ്പോൾ കിഡ്നിയിലുണ്ടാകുന്ന ഈ ഇൻഫ്ലമേഷൻ അത് പിന്നീട് ചെന്നെത്തുന്നത് കിഡ്നിയുടെ പരാജയത്തിലേക്കാണ്. അങ്ങനെ കിഡ്നിയുടെ പരാജയം വരാൻ നേരത്ത് അത് ഇന്നത്തെ അവസ്ഥയിൽ ഇത് പറയുമ്പോൾ എൻ്റെ എഴുതുന്ന സമയത്ത് ഡയാലിസിസ് മറ്റൊന്നും ഇല്ലായിരിക്കും, ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ നെവർ ഇൻ ഹോമിയോപ്പതി ഹാൻഡ്സ്, ഹോമിയോപ്പതിക്കാരൻ്റെ കയ്യിൽ ഇതിന് യാതൊരു കാരണവശാലും ഇതുകൊണ്ട് ഒരു മരണം സംഭവിക്കില്ല. കിഡ്നിയുടെ ആ ഇൻഫ്ലമേഷൻ ആ ഘട്ടത്തിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഒറ്റ ഡോസ് കൊണ്ട്, കൃത്യമായ ഔഷധം സിമിലിമം കണ്ടെത്താൻ സാധിച്ചാൽ ഒറ്റ ഡോസ് കൊണ്ടത് മാറിപ്പോകും. ഞാൻ പറയുന്നത് പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ പറയുന്നത്. ഇങ്ങനത്തെ ചില കേസുകൾ എനിക്ക് ഉത്തരവാദിത്തത്തോടുകൂടി ഹോമിയോപാത്തിനടുത്ത് കൊണ്ടുപോയി ചികിത്സിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒറ്റ ഡോസ് കൊണ്ട് ആ അവസ്ഥ, കിഡ്നി ഫെയിലിയർ എന്ന് പറഞ്ഞ് നെഫ്രോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് റെഫർ ചെയ്ത കേസുകൾ മാറിപ്പോയിട്ടുണ്ട്. എപ്പിസ് അല്ല, മറ്റു ചില ഔഷധങ്ങളായിരുന്നു അപ്പോൾ വന്നിരുന്നത്. ഇറ്റ് ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു ദ ജെനിറ്റൽ ഓർഗൻസ് ഓഫ് ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ. സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ജെനിറ്റാലിയുമായിട്ട് വളരെ അടുത്ത ഒരു ഔഷധമാണ് എപ്പിസ്. സ്വെല്ലിംഗ് ആൻഡ് എഡിമാറ്റസ് സ്റ്റേറ്റ് ഓഫ് ജെനിറ്റൽസ്, നീർക്കെട്ടും വെള്ളം കെട്ടി ഇങ്ങനെ നിൽക്കുന്ന അവസ്ഥ ഇതിലുണ്ട്. നേരത്തെ അത് പറഞ്ഞാണത്. എപ്പിസ് ഇസ് എ ഗ്രേറ്റ് ഫ്രണ്ട് ഓഫ് വുമൺ. ഇത് സ്ത്രീകളുടെ കാര്യം വിശേഷിച്ചും ഒരു വലിയൊരു സുഹൃത്താണത്. എന്താണ്? ഇറ്റ് ക്യൂഴ്സ് ഓൾ ഓഫ് യുവർ ഇൻഫ്ലമേറ്ററി കംപ്ലൈൻറ്റ്സ് ഇറ്റ് സീംസ്. സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട ജെനിറ്റൽ ഓർഗൻസുമായിട്ട് ബന്ധപ്പെട്ട ഈ നിർവീക്കങ്ങൾ, അണുബാധകളൊക്കെ ഇത് ക്യൂർ ചെയ്യും. അപ്പോൾ വെൻ ദ സിംറ്റംസ് എഗ്രി, ലക്ഷണങ്ങൾ യോജിക്കുമ്പോൾ. പിസ് മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ കാന്താറിസ്, നിരവധി ഔഷധങ്ങളുണ്ട്. ഒക്കെ സിംറ്റംസ് എഗ്രി ചെയ്യുകയാണെങ്കിൽ യൂട്രസ്, ഓവറീസ്, മൂത്രാശയം ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട സ്ത്രീകളുടെ പ്രശ്നങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. മെമ്മറി ഗ്രാൻസ്, സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട അവരെ ബുദ്ധിമുട്ടിക്കുന്ന ഒത്തിരി പ്രശ്നങ്ങൾ
നമ്മൾ ഹോമിയോപ്പതിക് റെമഡീസ് ഉപയോഗിച്ചുകൊണ്ട് എളുപ്പത്തിൽ സുഖപ്പെടുത്താൻ പറ്റും. എപ്പോഴും ആ സിംറ്റംസ് എഗ്രി ചെയ്യുമ്പോൾ എപ്പിസും ആ കൂട്ടത്തിലൊന്നാണ്. ദാറ്റ് ഈസ് ടു സേ ഇറ്റ് പ്രൊഡ്യൂസസ് ഇൻഫ്ലമേഷൻ ഓഫ് ദ യൂട്രസ് ആൻഡ് ഓവറീസ് ആൻഡ് ഡ്രെഡ്ഫുൾ സഫറിങ് ഇൻ എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ പാർട്സ്. അപ്പോൾ ആന്തരികവും ബാഹ്യമായിട്ടുള്ള സ്ത്രീയുടെ ആ ഒരു ഗൈനിക് പാർട്സിൽ മിസറബിൾ ട്രബിൾസ്, ഡ്രെഡ്ഫുൾ സഫറിങ്, ഭയാനകമായിട്ടുള്ള സഹനം, ഭയാനകമായിട്ടുള്ള വേദന, പൊള്ളല്, നീറ്റല്, കുത്തലൊക്കെ. ആൻഡ് വി ഹാവ് ഓൺലി ടു ഡിസ്കവർ വെൻ ദ സിംറ്റംസ് അഗ്രി ടു ക്യൂർ മോസ്റ്റ് ഓഫ് ദീസ് ഇൻഫ്ലമേറ്ററി ട്രബിൾസ്. ഇത്തരം ഇൻഫ്ലമേറ്ററി കണ്ടീഷനിൽ ഒട്ടുമിക്കതിൻ്റെ കാര്യത്തിലും മറ്റു ചില സാഹചര്യങ്ങളുണ്ടാകാം, സർജിക്കലായിട്ടുള്ള അവസ്ഥകളുണ്ടാകാം. അതൊക്കെ ഒഴികെയുള്ള ഒട്ടുമിക്ക സാഹചര്യങ്ങളിലും ഒരു സിമിലിമം കണ്ടെത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിലെ പ്രശ്നം. സിമിലിമം കണ്ടെത്തുക, അല്ലാതെ യൂട്രസിലെ പ്രശ്നത്തിന് യൂട്രസിലെ വേദനയ്ക്ക് ഇന്ന മരുന്ന്, അവിടുത്തെ വേദനയ്ക്ക് ഇന്ന മരുന്ന്, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കൊടുക്കുകയല്ല. സിമിലിമം കണ്ടെത്തുക, അത് മാത്രമേ ഉള്ളൂ ഹോമിയോപാസിന് മുന്നിലുള്ള വെല്ലുവിളി. അത് കണ്ടെത്തി കഴിഞ്ഞാൽ ഹീൽ ചെയ്യാൻ സാധിക്കും. ഇറ്റ് ഈവൻ സ്റ്റോപ്സ് അബോർഷൻ. ഗർഭചിത്രത്തെ പോലും ഇത് പിടിച്ചു നിർത്തും. എങ്ങനെയാണെന്ന് വിശദീകരിക്കുന്നുണ്ട്. ഇറ്റ് വിൽ സ്റ്റോപ്പ് അബോർഷൻ ആഫ്റ്റർ സം മിസറബിൾ സ്കൗണ്ടർ ഹാസ് അറ്റംപ്റ്റഡ് ടു ഗെറ്റ് റിഡ് ഓഫ് ദ ഓഫ്സ്പ്രിങ്. അതായത് കുട്ടിയെ ഒഴിവാക്കാൻ. മിസറബിൾ സ്കൗണ്ടറൽ, അത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നത് പലപ്പോഴും ബലാത്കാരത്തിലൂടെ ഉണ്ടാകുന്ന കുട്ടികൾ. ഇന്നത്തെ പോലെ ഗർഭനിരോധന സംവിധാനങ്ങളൊക്കെ ഇല്ലായിരുന്ന കാലഘട്ടത്തിൽ, എൻ്റെ പറയുന്നൊരു 1.5 നൂറ്റാണ്ടൊക്കെ മുൻപ്, ബലാത്കാരത്തിലൂടെ ആ സ്ത്രീ ഗർഭം ധരിക്കുന്നൊരവസ്ഥയിൽ അത്തരം പുരുഷന്മാർ ഈ സ്ത്രീകളെ നിർബന്ധിപ്പിച്ച് പല നാട്ടുപ്രയോഗങ്ങളും നടത്തും. നമ്മുടെ നാട്ടിലും പണ്ടിങ്ങനെയൊക്കെ ചെയ്തിരുന്നു. ഈ പല സാധനം എനിക്കറിയാം, അത് പരസ്യമായിട്ട് പറയുന്നില്ല എന്നേ ഉള്ളൂ. പല നമ്മൾ പരിസരങ്ങളിൽ കിട്ടുന്ന സാധനങ്ങളും കൊടുക്കും. ചിലപ്പോൾ ഗർഭചിത്രം സംഭവിക്കും, ചിലപ്പോൾ അതിൻ്റെ ഒരു സ്ത്രീ മരിക്കും, ചിലപ്പോൾ സംഭവിക്കില്ല, അംഗവൈകല്യത്തോടെ കുട്ടികൾ ജനിക്കും. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ഇവിടെ ഒരു കാര്യം കേട്ട് പറയുന്നുണ്ട് കുറച്ച്. ആൻഡ് ഷീ ഹാസ് ടേക്കൺ ഡ്രഗ്സ് ആൻഡ് ബ്രോട്ട് ഓൺ പെയിൻസ്. അപ്പോൾ ആ സ്ത്രീ ഈ ഡ്രഗ്സ് കഴിക്കുന്നു, വേദന വരുന്നു. പെയിൻ സ്ട്രോങ് ഇനഫ് ടു എക്സ്പെൽ ദ കണ്ടൻസ് ഓഫ് ദ യൂട്രസ്. യൂട്രസിൽ രൂപപ്പെട്ടു വരുന്ന ആ ശിശു, അതിനെ എക്സ്പെൽ ചെയ്യാൻ തക്ക വേദനകൾ വരുന്നു. എസ്പെഷ്യലി ഇൻ ദ ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് മന്ത്സ്. ആദ്യത്തെ 3 മാസങ്ങളിലാണ് വിശേഷിച്ചും. എ ലിറ്റിൽ ഹെമറേജ് ഹാസ് കം ഓൺ. അപ്പോൾ ഒരു മിസ്കാരേജിന് തുടക്കം, അബോർഷൻ്റെ സൂചനയായിട്ട് കുറച്ച് രക്തം വരുന്നു. എ മിയർ ത്രട്ടനിങ്, ഭീഷണി വരുന്നേ ഉള്ളൂ. ദ മെംബ്രെയിൻസ് ആർ നോട്ട് യെറ്റ് റപ്ചേർഡ്. മെംബ്രെയിൻസ് പൊട്ടി കുട്ടിയുടെ ഗർഭശിശുവിൻ്റെ ജീവൻ അപകടത്തിലായിട്ടില്ല. ബട്ട് ദേ സൂൺ വിൽ ബി, വൈകാതെ പൊട്ടും. ആൻഡ് ഷീ ഹാസ് സ്റ്റിങ്ങിങ് ബേണിങ് പെയിൻസ്. ഉണ്ടോ എപ്പിസിൻ്റെ വേദനകളൊന്നും, എപ്പിസിൻ്റെ അല്ലാത്ത വേദനകളും വരാം. അപ്പോൾ എപ്പിസ് കൊടുത്തിട്ട് കാര്യമില്ല. ഇവിടെ സ്റ്റിങ്ങിങ് ബേണിങ് പെയിൻസ്, ചെറിയ തോതിൽ ബ്ലീഡിങ് വന്നു തുടങ്ങുന്നു. ആൻഡ് ഷീ ലൈസ് അൺകവേർഡ്, അതാണ് അടുത്ത പ്രധാനപ്പെട്ട സൂചന. ആൻഡ് സഫേഴ്സ് ഫ്രം ഹീറ്റ്. അപ്പോൾ ചിലപ്പോൾ വേദന രൂക്ഷത കൊണ്ട് വസ്ത്രം തന്നെ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചായിരിക്കും കിടക്കുന്നത്. അല്ലെങ്കിൽ തണുപ്പ് രാജ്യങ്ങളിൽ പുതപ്പോ മേൽവസ്ത്രങ്ങളോ ഉപേക്ഷിച്ചായിരിക്കും കിടക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഉള്ള വസ്ത്രം പോലും ഉരിഞ്ഞു കളയും. ചൂട് കൊണ്ട് വല്ലാതെ പ്രയാസങ്ങളുണ്ട്. പ്രോബ്ലി ഫ്രം ദ ഓവർ ഡോസ് ഓഫ് എർഗോട്ട്. അപ്പോൾ അമേരിക്കയുടെ കാര്യത്തിൽ ഗർഭചിത്രത്തിന് വേണ്ടി കൊടുക്കുന്നൊരു നാട്ടുപ്രയോഗം പറയുന്നത് എർഗോട്ട്. നമ്മൾ സിക്കയിൽ എപ്പിസ് വിൽ ഓവർകം ദിസ് ഗ്രേറ്റ്ലി ടു ഹെർ റിഗ്രറ്റ്. അപ്പോൾ അവൾക്ക് പിന്നീട് പശ്ചാത്താപം തോന്നാൻ തക്ക വിധത്തിൽ ഈ ഒരു സാഹചര്യത്തിന് എപ്പിസ് മറികടക്കും. പശ്ചാത്തലത്ത് തോന്നുന്നത് എങ്ങനെയാണ്? ഇത് കഴിച്ചത് ചിലപ്പോൾ ഈ മറ്റേ പുരുഷൻ്റെ നിർബന്ധം കൊണ്ട് ഈ സ്ത്രീ എടുത്ത് കഴിച്ചായിരിക്കാം. പക്ഷേ സുഖപ്പെട്ടു വന്നു കഴിഞ്ഞപ്പോൾ ആ സ്ത്രീക്ക് പശ്ചാത്താപം തോന്നിയിരിക്കാം, അങ്ങനെ ചെയ്തു പോയല്ലോ എന്നോർത്തു. ദിസ് കൈൻഡ് ഓഫ് വില്ലനിറ്റി പ്രൊവൈൽസ്. ഇത്തരം ഒരു വില്ലൻ സ്വഭാവം, ക്രൂര സ്വഭാവം, അക്രമ സ്വഭാവം പലപ്പോഴും ഉണ്ട്. ബട്ട് വുമൺ ഹാവ് ആക്സിഡൻസ് ആൻഡ് വീക്ക്നെസ് whereby in spite of fact that they desire to hold their offspring, they are threatened with abortion. അപ്പോൾ ഇങ്ങനെയല്ലാതെ ഒരു അപകടം കൊണ്ട്, ഒരു വീഴ്ച, എവിടെയെങ്കിലും വയറ് തട്ടി വീഴുന്നത് കൊണ്ട്, എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് ഒക്കെ ഇത്തരം സാഹചര്യം സ്ത്രീകൾക്ക് വരാം, ക്ഷീണം കൊണ്ട് വരാം. whereby in spite of the fact that they desire to hold their offspring. അപ്പോൾ
തൻ്റെ ഗർഭസ്ഥ ശിശുവിനെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു ഭീഷണി വരുന്നുണ്ട്. അത്തരം സാഹചര്യങ്ങൾ എപ്പിസ് ഹാസ് പ്രൂവ്ഡ് എ ക്യൂറേറ്റീവ് റെമഡി, ഹാസ് ഓഫൻ ക്യൂർഡ് ട്യൂമേഴ്സ് ആൻഡ് ഹാസ് കോസ്ഡ് സിസ്റ്റിക് ഫോർമേഷൻസ് ടു സ്റ്റോപ്പ് ഗ്രോവിങ് ഓർ ടു ഡിസപ്പിയർ. അപ്പോൾ ഇത്തരം ആ സാഹചര്യങ്ങളിൽ മരുന്ന് കൊടുത്തിട്ടാണെങ്കിലും അപകടത്താലാണെങ്കിലും ക്ഷീണത്താലാണെങ്കിലും ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എപ്പിസ് അവരെ ഒരു ക്യൂറേറ്റീവ് ആക്ഷൻ എപ്പിസ് കാണിക്കും, സിംപ്റ്റംസ് എഗ്രി ആണെങ്കിൽ. ഇനി അതുമാത്രമല്ല, ട്യൂമേഴ്സ്, സിസ്റ്റിക് ഫോർമേഷൻസ്, ഇതിനൊക്കെ എപ്പിസ് കവർ ചെയ്യുന്നുണ്ട്. എപ്പോഴാണ് എപ്പിസിൻ്റെ ജനറൽ കണ്ടീഷൻസ് അവിടെ പ്രിവെയിൽ ചെയ്യുകയാണെങ്കിൽ. ദ റൈറ്റ് ഓവേറിയൻ റീജിയൻ ഈസ് വെരി സെൻസിറ്റീവ്. അപ്പോൾ അണ്ടാശയത്തിൻ്റെ കാര്യത്തിൽ വലതുവശമാണ് വളരെ സെൻസിറ്റീവ് ആയിരിക്കുന്നത്, വേദനയും മറ്റുമൊക്കെ ഉള്ളത്. പെയിൻ ദ യൂട്രസ് ആൻഡ് ഓവറീസ് ബിഫോർ ആൻഡ് ഡ്യൂറിങ് മെൻസ്ട്രേഷൻ. ആർത്തവ സമയത്തും അതിന് മുൻപും ഗർഭപാത്രത്തിൻ്റെ അവിടെയും അണ്ടാശയത്തിൻ്റെ അവിടെയൊക്കെ വേദന. സ്റ്റിങ്ങിങ്, റണ്ടിങ്, ടിയറിങ് പെയിൻസ്, കട്ടിങ് ലൈക്ക് നൈഫ്സ്, വേഴ്സ് ഫ്രം ഹീറ്റ്. എല്ലാ തരത്തിലും വേദനയുണ്ട്. കുത്തുന്ന, വലിച്ചു കീറുന്ന, കത്തി കൊണ്ട് കീറി മുറിക്കുന്ന പോലെയൊക്കെയുള്ള വേദനയുണ്ട്. പക്ഷേ വേഴ്സ് ഫ്രം ഹീറ്റ് ഇറ്റ്സ് എ വെരി ഈസിലി ഗോട്ട് സിംറ്റം. ഈ ചൂടുകൊണ്ട് വഷളാകുന്നതിന് വളരെ എളുപ്പത്തിൽ കിട്ടുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ പറയുന്നത് കേട്ട്. ബിക്കോസ് ഇൻ മോസ്റ്റ് പെയിൻഫുൾ സിംറ്റംസ് ഹീറ്റ് ഓർ ഹോട്ട് വാട്ടർ ബാഗ് ആർ ട്രൈഡ് വിത്ത് ദ നാച്ചുറൽ ഹോപ്പ് ഓഫ് റിലീഫ്. അത് നാച്ചുറൽ ഹോപ്പ് എന്ന് പറയുന്നത് കുഴപ്പം. ചൂട് പിടിച്ചാൽ ആശ്വാസം കിട്ടുമെന്നുള്ളൊരു പൊതുധാരണ കൊണ്ട് ചൂട് പിടിക്കും. പക്ഷേ എപ്പിസിൻ്റെ കാര്യത്തിൽ കൂടും. അതുകൊണ്ടുള്ള ഗുണം എന്താണ്? ഈ ലക്ഷണം വളരെ പെട്ടെന്ന് കിട്ടും. പല മൊഡാലിറ്റീസും കിട്ടാതെ വരും. പേഷ്യൻറ്റിന് തന്നെ കണ്ടെത്താൻ പ്രയാസമുണ്ട് പല മൊഡാലിറ്റീസും, ഡോക്ടർ എത്ര ചോദിച്ചാലും. പക്ഷെ ഇത് എളുപ്പത്തിൽ കിട്ടും. കാരണം ഈ വേദനയ്ക്ക് ചൂട് പിടിക്കൽ എന്ന് പറയുന്നത് ഒരു നാട്ടു നടപ്പാണ്. ബട്ട് വിത്ത് ദിസ് റെമഡി ഈസ് അഗ്രവേറ്റ്സ്. എപ്പിസിൻ്റെ കാര്യത്തിൽ ചൂട് വർദ്ധിപ്പിക്കുകയുള്ളൂ. ഷീ ത്രോസ് ഇറ്റ് എസൈഡ് ഫോർ ദ പെയിൻസ് ഈസ് വേഴ്സ് ഫ്രം ഹീറ്റ്. ഓവറീസ് എൻലാർജ്. അത് റെക്കോർഡ് ചെയ്തിരിക്കുകയാണ്. ഓവറീസ് വലുതായിരിക്കുന്നു, എക്സെട്ര. ഡ്രോപ്സി ഓഫ് റൈറ്റ് ഓവറി, ഒവേറിയൻ ട്യൂമർ. വലതുവശത്താണ് ഓവറിയുടെ കാര്യത്തിൽ വെള്ളം കെട്ടിക്കിടക്കൽ, വലുതാകൽ. അതിൽ ഒവേറിയൻ ട്യൂമർ പോലും എപ്പിസ് ക്യൂർ ചെയ്യുന്നുണ്ട്. എപ്പിസ് എത്രത്തോളം വിലപ്പെട്ട ഔഷധമാണ്. വിശേഷിച്ചും സ്ത്രീകളുടെ കാര്യത്തിൽ വളരെ മാരകമായ അവസ്ഥകളിലൊക്കെ സിംറ്റംസ് എഗ്രി ചെയ്യുകയാണെങ്കിൽ എപ്പിസ് എങ്ങനെ സുഖപ്പെടുമെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അങ്ങനെ ഈ വിലപ്പെട്ട ഔഷധത്തെക്കുറിച്ചുള്ള ഈ കണ്ടിന്യൂൽ ലെക്ചേഴ്സ് അവസാനിക്കുകയാണ്. തുടർന്ന് നമുക്ക് ഇവിടെ നമ്മൾ നേരത്തെ ഒരു സാമ്യം പറഞ്ഞു. അതുകൂടാതെ ഞാൻ എൻ്റെ ഒരു അനുഭവമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞതുമാണ് കാന്താറിസ്. അതുകൊണ്ട് നമുക്ക് കാന്താറിസ് കൂടി പരിഗണിച്ച ശേഷം നാർക്കോട്ടിക്സിലേക്ക് നമുക്ക് മടങ്ങിപ്പോകാം. അടുത്ത ഭാഗത്ത് നമുക്ക് കാന്താറിസ് എന്ന അധ്യായം നമുക്ക് ആരംഭിക്കാം. ഈ പരമ്പര നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് പ്രചരിപ്പിക്കാൻ നിങ്ങൾ താല്പര്യമെടുക്കുക. മറ്റൊന്നും വേണ്ടിയില്ല. ഫോർ ദ സേക്ക് ഓഫ് ഹോമിയോപ്പതി, ഫോർ ദ സേക്ക് ഓഫ് സഫറിങ് ഹ്യൂമാനിറ്റി, ഫോർ ദ സേക്ക് ഓഫ് സ്പ്രെഡിങ് ദ ട്രൂ സ്പിരിറ്റ് ഓഫ് ഹോമിയോപ്പതി. അപ്പോൾ ഈ പരമ്പര സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, മറ്റ് കോളേജുകളിലെയും മറ്റൊക്കെ നിങ്ങൾക്ക് പരിചയക്കാർക്ക് അവരുടെ ഗ്രൂപ്പുകളിലേക്ക് ഇത് ഷെയർ ചെയ്യുക. നമുക്ക് ഹോമിയോപ്പതിയുടെ സന്ദേശം നമുക്ക് കൂടുതൽ പേരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.